പോണത്? എന്താണെന്ന് കണ്ടിട്ട് മുണ്ടാതെ പോണത്? ചെക്കൻ കൽപ്പിയിലൊക്കെ പോയി വലിയ വലിയ ആളായിക്കണ്. ചെക്കന് ഇന്നെ മറന്നടച്ച്. അല്ലാ ബീത്താത്ത കുഞ്ഞാപ്പിന്റെ ഉമ്മല്ലങ്ങള് നിങ്ങൾ കണ്ടിട്ട് മനസ്സിലായില്ലട്ടോ. അനക്കൊന്നും ഇന്നെ മനസ്സിലാവൂല. ഇക്കൊക്കെ പ്രായായില്ലേ? എടാ ഇജി എത്ര പേര് വന്ന് ചോറൊക്കെ തിന്നതല്ലേ? ഇപ്പൊ എനിക്ക് ഇന്നൊന്നും മനസ്സിലാവൂല. ചെറുപ്പക്കാര് പെൺകുട്ടികളാകുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവൂ. ഞങ്ങളെ പോലെ തള്ളാരൊന്നും നിങ്ങൾക്ക് മനസ്സിലാവൂല. ആട്ടെ, അന്റെ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടാടാ ചെക്ക? കണ്ണാടൊക്കെ കറുത്ത കണ്ണാടൊക്കെ വെച്ച് ഇങ്ങനെ നടക്കുകയാണല്ലോ. അല്ലാ ബീത്താത്തന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. ഞാനൊരു സ്റ്റൈലിന് വേണ്ടി വെച്ചതാ ബീത്താത്ത. അനക്കൊക്കെ ഇപ്പൊ സ്റ്റൈലായില്ലേ? ഇപ്പൊ 40-45-50 വയസ്സായില്ല എനിക്ക്. എന്തായാലും കണ്ണാട വേണം. അപ്പൊ ഇച്ചി എന്തായി സൂത്രൊക്കെ കറിയാടെ ചക്ക. ഒരു കോളിംഗ് ഗ്ലാസ് കണ്ണാടിയും വെച്ചിട്ട് കണ്ണും കാണുന്നില്ല. അപ്പൊ എനിക്കത് സ്റ്റൈലാവും ചെയ്ത്. ആട്ടെ, ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നിട്ട് കൊറേ ആയില്ലേ? നീ എന്നാ പോണത് ജി? ഞാൻ പോവാറായിട്ടില്ല. ഞാൻ 2 ദിവസമായിട്ടുള്ളൂ വന്നിട്ട്. എല്ലാടെ മാനെ, എല്ലാരും ഗൾഫിൽ നിന്ന് വന്നാല് ഒരു ചോദ്യല്ലേ, നിങ്ങൾ എപ്പോഴാ വന്നത് എപ്പോഴാ പോണത്? അതുകൊണ്ട് ചോദിച്ചു പോയതാ. ഇതൊന്നും വിചാരിക്കണ്ട മാനെ. അതൊന്നും കുഴപ്പമില്ല ബീത്താത്ത. ഇതെല്ലാരും ചോദിക്കണ ചോദ്യാ. അല്ല കുഞ്ഞാപ്പ് എവിടെ? കഴിഞ്ഞ വരവിന് കുഞ്ഞാപ്പ് പറഞ്ഞു എന്റെ കല്യാണൊക്കെ ഉണ്ടാവുന്നു. അത് കഴിഞ്ഞോ? കഴിഞ്ഞ വരവിനും കഴിഞ്ഞില്ല, നെയ്യ് വരവിനും കഴിയണില്ല. ഓന്റെ ഒരു കല്യാണക്കാരൻ വന്നിക്കണം. നേരെ കാലത്ത് പണിക്ക് പോയാലേ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. പണിക്കും പോവില്ല, ഇങ്ങനെ നടക്കും. വെറലിട്ട് ഇങ്ങനെ നടക്കും. അതിന് മൂച്ചുമ്മ കൊട്ടാനൊരു ഭാവമുണ്ട്. ആ ചെക്കനക്കാണെങ്കിൽ ഒരു പണിയില്ല. പിന്നെ പിന്നാലെ നടന്ന് ആ ചെക്കനെങ്ങനെ മൂച്ചുമ്മ കെട്ടിയെന്നെ. എന്താ ഞാൻ എന്നോട് പറയാന്? അതൊക്കെ ശരിയായിക്കോളൂ. ഓനെവിടെ? ഓന്റെ കാര്യം പറയാതിരിക്കല്ലേ. ഇന്നലെ ചെക്കന് ഹാപ്പി ന്യൂ ഇയർ ആണ് എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ നടന്നീന്ന് ദേശം പിടിച്ചിട്ട് നോക്കാം. ഞാനൊരു കോഴിനെ വളർത്തിയിരുന്നു. അതിന്റെ കോഴി കൂടെ എടുത്തിട്ട് ഞാൻ ഓനക്കും കൊടുക്കും, ഞാനും തിന്നും. ആരെങ്കിലും വന്നാൽ ഓർക്കും കൊടുക്കും. നേരെ നോക്കുമ്പോ ആ കോഴിനെ കാണാനില്ല. ചെക്കനെ കൊണ്ടുപോയിട്ട് ഹാപ്പി ന്യൂ ഇയർ ആഘോഷിച്ചത്ര. ഓരോ ആ പ്രകാശനും പാവൊക്കെ പാടി. അതിന് ഞാൻ കൊറേ ചീത്ത പറഞ്ഞു. അതിന് ഇന്റെ നേരക്ക് ചാട്ടൻ ചെക്കൻ. തള്ള ഇങ്ങക്ക് ഹാപ്പി ന്യൂ ഇയർ ഇല്ലാച്ചിട്ട് ന്യൂ ഇയർ ആഘോഷിക്കണ്ടേന്ന് ഞാൻ പറഞ്ഞു. എന്റെ കജ്ജക്കാലം ഞാൻ പെട്ടൂന്ന് പറഞ്ഞു. അതിന് ദേഷ്യം പിടിച്ചാണ്ട് പോയിട്ടുണ്ട്. ഞാനിനി അധികം നിക്കണം, ഞാൻ പോട്ടെട്ടാ. എന്റെ ഉമ്മാക്കും ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? എല്ലാവർക്കും സുഖാണ്. പെരക്കാർക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. ഞാൻ പോവാണ്, കുറച്ച് തീർത്തുണ്ട്. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. അല്ലാ, എങ്ങനെ നടന്നില്ല ചെക്കനാ ഇന്ന്? ആരെയും വിചാരിച്ചിരിക്കണം ആ ചെക്കൻ ഗൾഫിയിലൊക്കെ പോകുന്നുള്ളത്. അല്ല, ഓനെങ്കിലും നന്നായാലും അത് മതി പഠിച്ചവനെ. ഇത് ചെക്കൻ്റെ കുഞ്ഞാപ്പ്. ആ ചെക്കൻ്റെ നേരം എന്നാ വിളിക്കാവോ? അള്ളാഹു എല്ലാം ഉണ്ടല്ലോ കാണാനും കേൾക്കാനും. അള്ള എന്തെങ്കിലും കണ്ടുണ്ടാവും. കുഞ്ഞാപ്പ നിക്കടേ, ഈ എവിടെ വരണേ? എപ്പോഴാ വന്നത്? ഞാനേ നാട്ടിലിങ്ങനെ നടന്നതാണ്. ഞാൻ 2 ദിവസം ഇവിടെ വന്നിട്ട്. അന്റെ പാടെന്തപ്പോ? എന്റെ പാടെന്താ? എന്റെ മൊയ്താക്ക എന്നോട് പറയാന്, ഇന്നലെ ഞാന് നമ്മളെ ഈ ന്യൂ ഇയർ ആഘോഷിച്ച് കോഴിനൊക്കെ ഞാൻ ഇമ്മ വളർത്തുന്ന കോഴിയായിരുന്നു. അതിനൊക്കെ ഞാൻ കൊണ്ടുപോയിട്ട് ഞങ്ങള് കറിയൊക്കെ ഉണ്ടാക്കി പൊറാട്ടൊക്കെ മേടിച്ച് ഞാനും ഭാവിയും പ്രകാശേട്ടനും കൂടി ഞങ്ങൾ തിന്നിട്ടാ. എന്നിട്ട് ഓരാണ്ട് പോയി. ഞാൻ അങ്ങനെ വരുമ്പോ കുറേ ചെക്കന്മാരുണ്ട് ഇങ്ങനെ ആഘോഷിക്കുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, കുഞ്ഞാപ്പോ എനിക്ക് വേണ സാധനം തന്നിട്ട് ചെക്കന്മാർക്ക് ഒരു ഗ്ലാസ്സിൽ കട്ടൻ ചായ ഒഴിച്ചു തന്നു. ഞാനത് കുടിച്ച് എന്തൊക്കെ കാട്ടി കൂട്ടി നിൽക്കന്നെ ഓർമ്മയില്ല. എന്നിട്ട് തലവേദന അയച്ച് വേഗം എടുക്കായിരുന്നു. ഞാനിപ്പോ തലവേദന എപ്പോഴും മാറിയിട്ടില്ല. എപ്പോഴും പുറത്തൊക്കെ ഇറങ്ങിയതാ ഞാൻ. അപ്പൊ ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചില്ലേ? ഞാൻ ആഘോഷിക്കുന്നത് എന്ത് ആഘോഷിക്കാനാണ്?
ഒരു ആകെ 4 പൊരാട്ട തന്ന് ഞാനല്ലേ കോയിനൊക്കെ എടുത്തത്. എന്നിട്ട് കുറച്ച് തിന്നിട്ട് ഓര് തിന്നിട്ടാണ്ട് പോയി. പിന്നെ ആ ചെക്കന്മാര് കട്ടൻ ചായ കുടിച്ചതൊക്കെ പിന്നെ ഓർമ്മ ഉണ്ടായിട്ടുള്ളൂ. അതൊരു ആഘോഷമല്ല. പത്താന്ന് പറഞ്ഞ് നിൽക്കണില്ല. ഞാനേ അവിടെ വെറുതെ എന്തെങ്കിലും നോക്കട്ടെ. ഇനി വെറുതെ കിട്ടില്ലെങ്കിൽ ഇമ്മാൻ്റെ മുഖം ഞാൻ കാണേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ ഇമ്മ എന്നെ ചീത്ത പറയെങ്കിലും കോയിനെടുത്തതിന്. ഞാൻ പോട്ടെ, നമുക്ക് പിന്നെ കാണാം. ആ ചെക്കന്മാര് കൊടുത്തെന്താന്നുള്ള കുഞ്ഞാപ്പൂനെ അറിയില്ലല്ലോ. എനിക്ക് കിട്ടാച്ച ഒരു കാര്യത്തിൽപ്പെട്ടി. കുഞ്ഞാപ്പുവാ, ഇജ്ജ എവിടെയായിരുന്നു? ഞാൻ എന്റെ പെര പോയിട്ട് തന്നെ കണ്ടില്ലല്ലോ. വല്ലാത്ത ആൾക്കാരെന്നെ നിങ്ങള്. എന്താ? ഇന്റെ കോയിനെ ഞാൻ കൊടുന്ന് തന്നിട്ട് അതിൽ ഇറച്ചി ഉണ്ടാക്കിയിട്ട് എനിക്ക് കുറച്ച് തന്നിട്ട് നിങ്ങൾ ബാക്കി തിന്നാണ്ട് പോയി. എന്നിട്ട് ആ ചെക്കന്മാർക്ക് കട്ടൻ ചായ എന്നിട്ട് മതമില്ലാത്ത കട്ടൻ ചായ തന്നിട്ട് ഞാൻ എന്തൊക്കെ കാട്ടിക്കൂടിയെന്ന് അറിയില്ല. ഇമ്മാരത്തേക്ക് കൊറേ ചീത്ത കിട്ടി. പിന്നെ ഒരു കാര്യണ്ട്, എന്റെ അമ്മ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ ഓദിക്കല് ഉമ്മനോട് പറഞ്ഞ ഞാനാണ് എടുത്തുള്ളത്. പിന്നെ അമ്മ ചോദിച്ചു കോയിനെ കാണാനില്ല. പിന്നെ സത്യം പറഞ്ഞു. ഞങ്ങളെല്ലാരും കൂടി കോയിനെ കൊണ്ടുപോയിട്ട് കരയിച്ച് തിന്നു പറഞ്ഞു. അത് പറഞ്ഞല്ലേ? എന്നാലും ബാവാ അന്നെ അമ്മ കാണണ്ടാ, അമ്മ പ്രശ്നാവും. പറഞ്ഞു തന്നായി. ഇനി ഉമ്മനെ കാണുമ്പോ മാറി കുറച്ചു നടക്കണ്ട. ആയിക്കോട്ടെ.